ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നന്ദൂട്ടൻ ഇന്ന് എന്തുമായിട്ട് നിൽക്കുകയെന്നറിയോ? നമ്മൾ ഒടിയാലുണ്ടാക്കാൻ പോവാം കേട്ടോ. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോ എടുക്കാൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പരിസരത്തെ വരത്തില്ല. അപ്പോൾ ഇന്ന് അവൾ തന്നെ ഉണ്ടാക്കണമെന്നും പറഞ്ഞ് എന്നെ കുറേ നേരം കൊണ്ട് ശല്യം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പപ്പടം ഉണ്ടല്ലോ, അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന അതാണ്. അപ്പോൾ അതിവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. ഇവിടുത്തെ നമ്മുടെ പപ്പടം പോലെ എല്ലാവരും അവരുടെ ഡേ ടു ഡേ ലൈഫിൽ കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇന്ന് അത് പൊരിക്കാനായിട്ടാണ്. അപ്പം ചേച്ചിയും അളിയനും കടയിൽ പോയപ്പം വാങ്ങിച്ചുകൊണ്ട് കൊടുത്തതാണ്. അപ്പം മുതൽ തുടങ്ങിയതാണ് ഇത് പൊരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞുള്ള പ്രശ്നം. അപ്പം ഞാൻ പറഞ്ഞു, വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നീ എനിക്ക് വീഡിയോ എടുത്ത് തരത്തില്ലല്ലോ, അപ്പോൾ ഇത് പൊരിച്ച് തരണമെങ്കിൽ വീഡിയോ എടുക്കാൻ നിന്നാൽ ഞാൻ പൊരിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ. അപ്പോൾ പറഞ്ഞ് ഞാൻ പൊരിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഗ്യാസൊക്കെ പറ്റിച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പം നന്ദമോള് തന്നെ പൊരിക്കുന്നത് കേട്ടോ. നല്ലതാണ് കേട്ടോ, ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ, ഈസി ആയിട്ട്. പിന്നെ ഈ വട്ടം നമ്മൾ സമ്മറിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. ഉണ്ടാക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഒടിയാൽ. അപ്പോൾ ഇത് ചെറിയ റൗണ്ടാണെങ്കിലും നല്ലതായിട്ട് നമ്മൾ ഇടുമ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വരും കേട്ടോ. അപ്പം നന്ദ അതിനകത്തുള്ള ഒരു 7 കൂടുതൽ പൊരിച്ചായിരുന്നു. നല്ല വലുതാവുന്നുണ്ട് കേട്ടോ, നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചിരിക്കുക കേട്ടോ. നന്ദ ആയത് കാരണം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തീയൊക്കെ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ ഇത് പൊരിക്കുന്നത്. അപ്പം ഇത് ഫുള്ള് അവൾ തന്നെ കേട്ടോ പൊരിച്ചത്. ഈ നന്ദമോൾ ഇടയ്ക്ക് ഒന്ന് ശല്യം ചെയ്തു കേട്ടോ, അതാണ് ഇടയ്ക്ക് ശബ്ദമൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ അവൾ അസലാന്ധ്രക്കാരിയായി കേട്ടോ. അതുകൊണ്ടാണ് അവൾക്ക് ഇതും ഇവിടുത്തെ പരിപ്പ് കറിയൊക്കെ ആയിട്ട് കഴിക്കാൻ അവൾക്ക് ഇഷ്ടം. പിന്നെ മീനൊക്കെ വറുത്ത് കൊടുത്താലും അതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കൂടുതലും ഇപ്പോൾ ഇത് പൊരിക്കുന്നത് തന്നെ ഇവിടെ ഉണ്ടാക്കിയ പരിപ്പ് കറി, ഞാൻ ഇന്ന് പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. നമ്മുടെ ആന്ധ്ര സ്റ്റൈലിലുള്ള പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇവിടെ അതിന് പപ്പുച്ചാറെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പപ്പുച്ചാറും പിന്നെ ഒടിയാലും പിന്നെ എന്തെങ്കിലും അച്ചാറും. അപ്പോൾ അവൾക്കതൊന്നും വേണ്ട. നന്ദമോൾക്ക് ഈ ഒടിയാലും പപ്പുച്ചാറും മാത്രം മതി. പിന്നെ നമ്മുടെ കേടുമാണ് അവൾ കഴിക്കുന്നത്. അപ്പം അത് മാത്രം കൊടുത്താൽ അവൾ കഴിച്ചോളും. അല്ലാതെ നമ്മുടെ ചോറോ മീൻ കറിയോ അതൊന്നും വലിയ ഇഷ്ടമല്ല. എന്നാലും വല്ലപ്പോഴും ഒക്കെ കൊടുക്കും. പിന്നെ വീട്ടിൽ നമ്മുടെ ഫുഡാണല്ലോ ഉണ്ടാക്കുന്നത്, കൂടുതലും അങ്ങനെ. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കും മോൾക്കും വേറെ കറി, ഹസ്ബൻഡിന് വേറെ കറി വയ്ക്കുന്നത്. അപ്പം ഹസ്ബൻഡിന് ഫിഷ് കറിയും വയ്ക്കും, നമ്മൾ കൊണ്ടുപോകാനായിട്ട് വല്ല ഫ്രൈയോ ഒക്കെ വയ്ക്കും. അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പോൾ ഒരു പ്ലേറ്റ് ഫുള്ള് ഒടിയാലും തയ്യാറാക്കി ആ സന്തോഷത്തിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ വീഡിയോ അവളുടെ കയ്യിലോട്ട് ഫോൺ കൈമാറി ഞാൻ പിന്നെ മോൾക്ക് ചോറ് വിളമ്പി കൊടുക്കാം കേട്ടോ. അപ്പോൾ മീൻകറിയൊക്കെ ഓൾറെഡി ഉണ്ട്, മീൻകറിയും വെച്ചിട്ടുണ്ട്, പിന്നെ പരിപ്പ് കറിയും ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ചോറ് വിളമ്പാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വന്നോളൂ, നമ്മൾ ചോറ് തരാം. അപ്പം ഇപ്പോഴാകുമ്പോൾ ഇതിൻ്റെ കൂടെ അവളുടെ ഇഷ്ടപ്പെട്ട കോംബോ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്താലും കഴിച്ചോളും, ഒന്നും പറയത്തില്ല. അത് കാരണം കുറച്ച് ചോറ് അധികം ഇട്ടിട്ടുണ്ട് ഈ വട്ടം. അങ്ങനെ ചോറും പിന്നെ കുറച്ച് പരിപ്പ് കറിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പ് കറിയും, അപ്പോൾ പപ്പുച്ചാറെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ പരിപ്പ് കറിയും പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു കോംബോ അങ്ങനെ കഴിക്കുന്നത്, നെയ്യ് ഒഴിച്ചിട്ടാണ്. നമ്മൾ പരിപ്പ് പപ്പടവും കഴിക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇവിടുത്തെ ചൂട് ചോറും ഈ പരിപ്പ് കറിയും നല്ല നെയ്യും ഒഴിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂടോടെ കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് എത്ര ചോറ് വേണേലും കഴിക്കാം. അല്ലാതെ നമ്മളിപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയിട്ടല്ലേ കഴിക്കുന്നത്. അപ്പം നമുക്കത് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേനും രാവിലെ 6 മണിക്കൊക്കെ വെക്കുന്നതല്ലേ, അപ്പോഴത്തേനും അത് ആറി തണുത്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഹോളിഡേയ്സിലും പിന്നെ ഹാഫ് ഡേയ്സ് സമയത്തൊക്കെ ഉള്ളൂ നമുക്ക് ഫുഡ് കറക്റ്റായിട്ട്. ഹാഫ് ഡേയ്സ് ആണെങ്കിലും നമുക്ക് പാടാം.